ഒരു 32 വർഷം പിന്നിലേക്ക് ഞാൻ പോവുകയാണ്. ഈ ഇരുന്നെടുത്തുന്ന 1994 എറണാകുളം ചിന്മയ മിഷനിൽ ഒരു പ്രഭാഷണം. രാവിലെ വേദാന്ത ക്ലാസ്സാണ്, എന്താണെന്ന് ഓർമ്മയില്ല, എന്തോ ഒരു പ്രകരണമാണ്, വേദാന്ത പ്രകരണമാണ്. വൈകുന്നേരം പൊതുപ്രഭാഷണം. ആ പൊതുപ്രഭാഷണം ഭഗവത്ഗീതയിലെ പ്രത്യേകം വിഷയങ്ങളാണ്. ചിന്മയ മിഷൻ ശ്രദ്ധിക്കണേ, ഭാഷ വളരെ ശ്രദ്ധിക്കണം. എനിക്ക് താമസിക്കാൻ വേണ്ടി ഒരു റൂം തന്നിട്ടുണ്ട്. അപ്പോൾ 7 ദിവസത്തേക്ക് 5 ദിവസത്തേക്ക് ആ റൂം ആരുടേതാ? എൻ്റെതാ. 5 ദിവസത്തേക്ക്. 5-ാമത്തെ ദിവസം കഴിഞ്ഞാൽ എനിക്ക് അധികാരമില്ല. ഇപ്പം ഈ കസേര 9 മണി വരെ എൻ്റെതാ. 9 കഴിഞ്ഞാൽ ഇത് എൻ്റെ കസേര എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തകർ എന്നെ തല്ലും. 9 മണി വരെ ഇതെൻ്റെ കസേരയാണ്. 9 കഴിഞ്ഞാൽ 1 മിനിറ്റ് എനിക്കിതിൽ അധികാരമില്ല. ഇത് ഓർമ്മിക്കണേ എല്ലാവർക്കും വേണ്ടിയാണ് പറയണത്. നമുക്കൊക്കെ നമ്മുടെ സീറ്റ് ഇരിക്കാൻ വെച്ച സമയം വരെ മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് വല്ലതും ചെയ്തുകൊള്ളാം. ഇരിക്കട്ടെ. ഏതായാലും രാവിലത്തെ പ്രഭാഷണം കഴിഞ്ഞു, രാവിലത്തെ ക്ലാസ് കഴിഞ്ഞ് എൻ്റെ റൂമിലെത്തി. എൻ്റെ റൂമിൽ വെള്ളം കുടിക്കുക, കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുക. അത്രയും നേരം സംസാരിച്ചാലേ 2 മണിക്കൂർ. അപ്പോൾ ഒരാൾ വന്നു. ഞാൻ സ്നേഹപൂർവ്വം ഇരിക്കുമെന്ന് പറഞ്ഞു. അയാൾ ഇരുന്നു. വെള്ളം കുടിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞ് എന്നോട് അയാൾ വെടിവെച്ച പോലെ ഒരു ചോദ്യം: നിങ്ങളെപ്പോലുള്ള സന്യാസിമാർ ഈ പ്രസംഗിച്ച് നടക്കുകയല്ലാതെ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യും? നിങ്ങൾ കഷ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്ത് ചെയ്യും? ഞാനൊന്ന് നോക്കിയായിട്ട് കാലിൻ്റെ അടുത്തുനിന്ന് തല വരെയും തലയുടെ അടുത്തുനിന്ന് കാലിൽ വരെയും നോക്കി. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എന്താ ചെയ്യണമെന്ന് അയാൾ അറിയിക്കേണ്ട ആവശ്യം എനിക്കില്ല. നിങ്ങളോട് തീർത്തു പറയുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് അയാൾ അറിയിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് എനിക്കറിയാം. നിങ്ങളോട് പറയുകയാണ്, വേറെ ആരോടും പറയുകയല്ല, നിങ്ങളോട് പറയുകയാണ്. എനിക്ക് ദിവസവും ദക്ഷിണ കിട്ടും. ചില ദിവസം കുറേ പൈസ കിട്ടും, ചില ദിവസം കുറച്ച് പൈസ കിട്ടും. ചില പരിപാടികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് കൈ നിറയെ പൈസ ഉണ്ടാകും. പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴത്തേക്ക് ഇത് മുഴുവൻ കഴിയും. മരുന്ന് വാങ്ങാൻ വരുന്നവർ, മകളുടെ വിവാഹത്തിന്, വീട് നന്നാക്കാൻ, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ, സംശയമുള്ളവർ വരും കൂടെ. ഇതൊന്നും കൂടാതെ എത്രയോ മക്കളെ പഠിപ്പിക്കുന്നുണ്ട് രഹസ്യമായി. ഇതൊന്നും അവനോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യുന്നില്ല. ചേട്ടാ നിങ്ങളെന്താ, പേരെന്താ? പേര് പറഞ്ഞു, എന്തോ ഒരു പേര് പറഞ്ഞു, വലിയ പേരൊക്കെയാണ്, നമ്മളിവിടെ പറയണില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാനൊരു പെൻഷനാണ്. പെൻഷൻ എത്ര രൂപ കിട്ടും മാസത്തിൽ? 6000 രൂപ കിട്ടും. ശ്രദ്ധിക്കണേ, 1994 94 6000 രൂപ കിട്ടും. 6000 20% സമം 1200 രൂപ. നിങ്ങൾ 1200 രൂപ പാവങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? ഇതന്നെയാണ് ചോദ്യം. ഞാൻ പറഞ്ഞു, ഇല്ല. നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ മുറിയാണ്, മനസ്സിലായില്ല? ഞാൻ പോയി വാതിലിൻ്റെ ബോൾട്ട് പോട്ടിട്ടു. മുകളിലത്തെ ടവർ ബോൾട്ട് ഇട്ടു, താഴത്തെ ടവർ ബോൾട്ട് ഇട്ടു. സത്യം പറയാം നിങ്ങളോട്, മനുഷ്യ, നിങ്ങൾ 600 രൂപ ചിലവഴിക്കുന്നുണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്. ഈ സ്വരത്തിലൊന്നുമല്ല, ഭാവമൊക്കെ മാറി, നോട്ടം കണ്ണൊക്കെ മാറി. ഈ കണ്ണൊന്നും അല്ല. ഇല്ല, അതിൽ കുറയ്ക്കാൻ തുടങ്ങി. 60 രൂപ ചിലവാക്കണ്ടോ? ഇല്ല. മനുഷ്യൻ, നിങ്ങൾ 6 രൂപ ചിലവാക്കണ്ടോ? ഇല്ല. 6000 രൂപ പ്രതിമാസം പെൻഷൻ കിട്ടുന്ന നിങ്ങൾ 6 രൂപ പോലും പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുന്നില്ല. എന്നിട്ടാണോ നിജമായ വരുമാനമില്ലാത്ത എന്നോട് ചോദിക്കണത്? എനിക്ക് നിജമായ വരുമാനമില്ല. ആരെങ്കിലും എന്തെങ്കിലും ദക്ഷിണ എന്നാണോ? ഇല്ലെങ്കിൽ ഇല്ല. ഇയാൾ ആകെ അങ്ങോട്ട് ബോധം കെട്ട് വീഴുമെന്ന് വരെ എനിക്ക് പേടിയായി. ഇനി മേലൊരു സന്യാസിയോട് ചോദിക്കുക, ഇല്ല. ഞാൻ ഡോറ് തുറന്നു കൊടുത്തു. ഇയാളൊരു പോക്ക് പോയിട്ടുണ്ട് ഭഗവാന്. MG റോഡിൽ അടക്കം കുഴി ഉണ്ടായിരുന്നാണ് സംശയം. ആ ജാതി പോക്ക.
ചിലർ ചോദിക്കും, സ്വാമി അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ, നിങ്ങളൊരു സന്യാസിയല്ലേ? പിന്നെ അയാൾ എന്നോട് അങ്ങനെ പറയാൻ പാടുണ്ടോ? ഞാൻ ഒരു സന്യാസിയല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെയാണ്. വലത്തെ കരണത്തടിച്ചു കിട്ടിയാൽ ഇടത്ത് കാണിച്ചു കൊടുക്കുന്നവരല്ല ഞാൻ. അത് വേറെ ആൾക്കാരോട് വായി കൈയിട്ടാ കടിക്കാത്തവനല്ല ഞാൻ. യഥാമാം പ്രപദ്യത്തെ താം തഥൈവ ഭജാമ്യഹം. ആര് ഏത് രീതിയിലാണോ ഇങ്ങോട്ടും സമീപിക്കുക ആ രീതിയിലായിരിക്കും അങ്ങോട്ടും. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ചത്. ഇപ്പൊ സ്വയം ചെയ്യുന്ന ആൾ ഒരിക്കലും മറ്റൊരാളുടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കില്ല. സ്വയം ചെയ്യുക എല്ലാത്തിനും കഴിയും. സ്വാമി എനിക്ക് അത്ര ധർമ്മശാസ്ത്രബോധം ഇല്ല. വേണ്ട. ചുറ്റുപാടുള്ളൊരു 4 വീട്ടില് കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട്, മക്കളെ സന്ധ്യയ്ക്ക് നാമം ജപിക്കാം, മാമിയെ കൂടാട്ടോ, അല്ലെങ്കിൽ മാമിയെ കൂടാട്ടോ, നമുക്കൊന്ന് ഒത്തുകൂടുക എന്ന് പറഞ്ഞൂടെ? 4 കുട്ടികളോട് അതിലൂടെ 40 ആവില്ലേ, 400 ആവില്ലേ? വലിയ ഖണ്ഡന ഖണ്ഡകാദ്യം അദ്വൈത സ്ഥിതി ഒന്നും പഠിപ്പിക്കണ്ട, മാണ്ഡൂക്യ ഉപനിഷത്തൊന്നും പഠിപ്പിക്കണ്ട. മക്കളെ ഒന്ന് ഇരുന്ന് നാമം ജപിക്കുക. അല്ലെങ്കിൽ വേണ്ട, വീടിൻ്റെ ചുറ്റുപാടുള്ള കുട്ടികളെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടുക, നമുക്ക് അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒന്ന് പോവുക, എങ്ങനെയാ തൊഴേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അവർക്ക് പ്രത്യേകമായിട്ട് പായസമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കുക, പ്രസാദമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കുക. മക്കൾക്ക് അത് മതി, അവരാകൃഷ്ടരാവും. ഇത് ചെയ്യൂ. ഇത് ചെയ്യാൻ ആർക്കാ കഴിയാത്ത? നമ്മുടെ ചുറ്റുപാടിൽ ദുഃഖമുള്ള വീടുകളിൽ എത്തിച്ചേരുക, രോഗമുള്ള വീട്, മരണം നടന്ന വീട് എത്തിച്ചേരുക, ഒറ്റപ്പെടലിൻ്റെ നൊമ്പരമുള്ള വീടുകളിൽ എത്തിച്ചേരുക. നമ്മൾ ഒന്നാണെന്ന് കാണിക്കുക. ഇങ്ങനെ പ്രവർത്തനം ചെയ്യാൻ കഴിയാത്ത ആരും കൂട്ടത്തിലില്ല. ഉണ്ടോ? പറയൂ, ഉണ്ടോ? ചെയ്യുന്നുണ്ടോ എന്ന് ചോദ്യം. ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് ചോദിക്കാൻ അധികാരമുണ്ട്. കാരണം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ പറഞ്ഞ എല്ലാ പണിയും ചെയ്യുന്നുണ്ട്. രോഗികളെ കാണാൻ പോകുന്നുണ്ട്, മരിച്ച വീടുകളിൽ പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എൻ്റെ കഴിവിൻ്റെ പരമാവധി അത്രയേ പറ്റുള്ളൂ, അതിൽ കൊണ്ട് പറ്റില്ല. അപ്പോൾ തന്നെ വളരെ ഉറക്കം തന്നെ കുറച്ച് കുറഞ്ഞു. ഡോക്ടർമാർ വഴക്ക് പറഞ്ഞിരിക്കുക. ചിന്തിക്കുക. അതുകൊണ്ട് ലോകത്തിൽ മറ്റൊരാളോടും നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നതിന് മുമ്പ് സ്വയം ചോദിക്കാൻ, ഞാൻ എന്ത് ചെയ്യുന്നു? ഏതായാലും എത്രയോ മഹാത്മാക്കളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഉയർച്ച. ശ്രദ്ധിക്കുക. ഈ മഹത്തായ രീതിയിൽ ക്ഷേത്ര സങ്കേതം പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇടക്കാലത്ത് ജീർണിച്ച് പോയിട്ടുണ്ടെങ്കിൽ, ഇടക്കാലത്ത് വേണ്ട ശ്രദ്ധ ഉണ്ടായിരുന്നില്ലെങ്കിൽ, ശ്രദ്ധാലുക്കളായ ചിലരും കഴിഞ്ഞ തലമുറയിൽ ഉയർന്നു വരികയും അതിൻ്റെ പിന്തുടർച്ച ഈ തലമുറയിലും ഉണ്ടാവുകയും ചെയ്തതുകൊണ്ടാണ് നമ്മളിവിടെ ഒത്തുകൂടുന്നത്. ഇതുപോലെയാണ് എല്ലാം. അതിനെ കാണുക, അതിന് വിലമതിക്കുക, അതിനെ ആദരിക്കുക, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മളും അനുവർത്തിക്കണമെന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും ഒരുപോലെ കഴിയില്ല. ഗരുഡൻ പറക്കണ പോലെ പരുന്തിന് പറ്റില്ല, പരുന്ത് പറക്കണ പോലെ കാക്കയ്ക്ക് പറ്റില്ല, കാക്ക പറക്കണ പോലെ കുരുവിക്ക് പറ്റില്ല, കുരുവി പറക്കണ പോലെ കൊതുകിന് പറ്റില്ല. പക്ഷെ ഇവരെല്ലാം പറക്കണുണ്ടല്ലോ, എല്ലാം പറക്കണില്ലേ? ഇവർക്കെല്ലാം പക്ഷങ്ങളുണ്ട്, എല്ലാം പക്ഷികളാണ്. ചിലർ കൊതു പക്ഷിയാണോ സ്വാമി? കൊതു പക്ഷിയാണ്. പക്ഷമുണ്ടെങ്കിൽ പക്ഷിയാണ്. 4 കാലുണ്ടോ ഇല്ലയോ എന്നല്ല ചോദിച്ചു. പക്ഷമുണ്ടോ? ഉണ്ട്, പക്ഷിയാണ്. പറഞ്ഞതിന് താല്പര്യം, വേറൊരാൾ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ശങ്കരാചാര്യ ചെയ്ത പോലെ എനിക്ക് പറ്റില്ല, പക്ഷെ എനിക്ക് പറ്റുന്ന പോലെ പറ്റും. ഇതുപോലെ ഇരിക്കണം. ഓരോരുത്തർക്കും അവരവർക്ക് പറ്റുന്ന പോലെ പറ്റും. അത് ചെയ്യാം. അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഏതായാലും 2 മിനിറ്റ് അധികമായി പോയി, സാരമില്ല. സമയനിഷ്ഠ ഒന്ന് തെറ്റിച്ചു. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിർവ്യശേമ ദേവഹിതം യദായുഃ സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി ന പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ
ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.